ഹലോ, എന്നാ ഉണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ വിഷു ആയിട്ട് ഞങ്ങളുടെ അമ്പലത്തിൽ കഴിഞ്ഞ ആഴ്ചയായിരുന്നു കേട്ടോ. കഴിഞ്ഞ വീക്കെൻഡിലായിരുന്നു അമ്പലത്തിലെ വിഷു സെലിബ്രേഷൻ. അപ്പോൾ ഞാൻ ഓർത്തു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും എന്തായാലും എൻ്റെ ചെടിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന പുതിയ പൂവൊക്കെ ഒന്ന് അമ്പലത്തിൽ കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വാഴയില വെട്ടി എന്നിട്ട് അതിനകത്ത് കുറച്ച് പൂവൊക്കെ മുറിച്ചിട്ടു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികളും അങ്ങനെ ഭയങ്കരമായിട്ട് വളരാനൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെ നമ്മളങ്ങ് പോകുന്നു. പിന്നെ എൻ്റെ നോക്കൗട്ട് റോസ് കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഈ സീസണിൽ ശരിക്കും നമ്മുടെ ഈ നൈബർഹുഡിൽ മുഴുവൻ ഒരുപാട് വീടുകളിൽ ഈ നോക്കൗട്ട് റോസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഭംഗിയാണോ, ഇങ്ങനെ എന്താ പറയുക, ഇല പോലും കാണാത്ത രീതിയിലാണ് ഇങ്ങനെ പൂവുണ്ടാകുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ചിലതൊക്കെ ഇങ്ങനെ പീച്ച് കളറിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ ഒരെണ്ണം വേറെ കളറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതിന് മണം അത്രയൊന്നും ഇല്ല, പക്ഷേ എങ്കിലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് റോസും ഒക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ, ശരിക്കും പണ്ട് നമ്മൾ നാട്ടിൽ വെച്ച അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് റോസിലൊക്കെ പൂവുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും. അതുപോലെ തുളസിയുടെ തുളസി ഇലയൊക്കെ ശരിക്കും നമ്മൾ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കാറില്ലേ. അതൊക്കെയാണ് എനിക്കിപ്പോൾ ശരിക്കും ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ആദ്യം പൂവുണ്ടായത് തന്നെ അമ്പലത്തിൽ കൊടുക്കാമെന്ന് വെച്ചു. എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരത് മാലയാക്കുകയും ചെയ്തു ശരിക്കും. എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ശരിക്കും മാലയാക്കിയിട്ട് അത് കൃഷ്ണന് ഇടുകയും ചെയ്തു. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഞങ്ങളുടെ അമ്പലത്തിലെ വിഷുക്കണിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ശരിക്കും ഓർഗനൈസ് ചെയ്ത ആൾക്കാർക്ക് ശരിക്കും താങ്ക്സ്. കാര്യം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല, നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ച് എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കി പോയതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും എന്താ പറയുക, ശരിക്കും നന്നായിട്ട് നേരത്തെ വന്ന് അതെല്ലാം അറേഞ്ച് ചെയ്തു. പിന്നെ ഒരുപാട് ഫുഡൊക്കെ കൊണ്ടുവന്നു, പായസമൊക്കെ ഉണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു. കുട്ടികൾ എൻജോയ് ചെയ്തു കേട്ടോ. അവർ ഫുൾ കറികളൊക്കെ കൂട്ടി കഴിച്ചില്ലെങ്കിലും പായസവും പപ്പടമൊക്കെ അവർക്കും നല്ല ഇഷ്ടമായി. ക്ലോവി അതിനിടയിൽ ക്ലോവിയും റിയോണയും കൂടി പൂര വർത്താനാട്ടോ. ഗേൾസ് എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠ. നമ്മളുടെ നാട്ടിലെ പോലെ തന്നെ നമ്മൾ ഇവിടെ എല്ലാവരും അമ്പലത്തിൽ പോവും എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ. എന്നിട്ട് അമ്പലത്തിലെ പ്രോഗ്രാമിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇനി എനിക്ക് കൂടുതൽ കുട്ടികളെ കൊണ്ടുപോകണം.